അന്ന് ഉച്ചയായപ്പോഴേക്കും മാഹിറിൻ്റെ പെങ്ങൾ സിനുവും പിള്ളേരും ആനുമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. രണ്ട് പെൺകുട്ടികളാണ് സിനുവിന്. മിന്നുവും റിനുവും ഇരട്ട കുട്ടികളാണ്. ഹാലമോളുടെ അതേ പ്രായമാണ് അവർക്ക്. വികൃതി അല്പം കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവർ വരുന്നത് തന്നെ ഹാലമോൾക്ക് പേടിയാണ്. അവർ വിരുന്ന് കഴിഞ്ഞ് പോകുമ്പോഴേക്കും പിച്ചും മാന്തുമൊക്കെ കുറെ വാങ്ങിച്ചു കൂട്ടുന്നത് ആ പാവമാണല്ലോ. ഇതെന്താ ഉമ്മ, 2 ലക്ഷം വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഇത് 1.5 ഉള്ളൂ. ഇതുകൊണ്ട് എന്താവാനാ? അടുത്ത മാസമെങ്കിലും വീടിൻ്റെ പണി തീർത്ത് പാല് കാച്ച് നടത്തണമെന്ന് കരുതിയതാണ്. ഇക്കയോട് കുറച്ച് ക്യാഷ് കടം ചോദിച്ചത്. അതിലും പിശുക്കോ? ഞാൻ നിസാറിക്കയോട് എന്താ അമ്മ പറയാ? ആരുമ്മ മാഹിർ അയച്ച പണം കയ്യിലേൽപ്പിച്ചതും സിനു പരാതിപ്പെട്ടു. നിലം തുടക്കുന്നതിനിടയിൽ സുറുമി സിനുവിനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവളുടെ കയ്യിലിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസയാണ്. എന്നിട്ടും അവർക്ക് അതിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ആർത്തി പണ്ടാരങ്ങൾ എത്ര കിട്ടിയാലും തികയില്ല. സുറുമി മനസ്സിലാണത് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ, അവനോട് പറയാനല്ല എനിക്ക് പറ്റൂ. അവനിപ്പോൾ ഉമ്മയുടെ വാക്കൊന്നും വിലക്കെടുക്കാറില്ലല്ലോ. ഭരണമൊക്കെ ഇപ്പോൾ ഇവിടുത്തെ വേറെ ചിലരുടെ കയ്യിലാണല്ലോ. അവർ ഓതിക്കൊടുക്കുന്നത് മാത്രമാണല്ലോ അവനിപ്പോൾ ഭേദം എന്നും പറഞ്ഞ് ആനുമ്മ സുറുമിയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയതും അതിനെ തുടർന്ന് സിനുവിൻ്റെ കണ്ണുകളും സുറുമയിൽ എത്തിച്ചേർന്നു. ആനുമ്മ തനിക്കിട്ട് കൊള്ളിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായെങ്കിലും സുറുമി അത് കേൾക്കാത്ത ഭാവം നടിച്ച് ചെയ്യുന്ന പണി തുടർന്നു. ഓള് വിളിച്ചു പറഞ്ഞത് എൻ്റെ ചെറുക്കനെ തിരിപ്പിച്ചത് കൊണ്ടാ ഓൻ തരാമെന്ന് പറഞ്ഞ കാശ് മുഴുവൻ തരാതിരുന്നത്. ഉമ്മാക്കും കൂടെ പിറപ്പുകൾക്കുമൊക്കെ കൊടുത്താൽ ഓൾക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. പഠിച്ച കള്ളിയാ ഓള്. ആനുമ്മ സിനുവിൻ്റെ കാതിൽ അടക്കം പറഞ്ഞതും സിനുവിൻ്റെ മുഖം കടുത്തു. മാഹിർ നാട്ടിലേക്ക് വരുമ്പോൾ പെങ്ങന്മാർക്ക് സുറുമി ചക്കരയും തേനുമൊക്കെ ആയിരിക്കുമെങ്കിലും അവനങ്ങ് പോയി കഴിഞ്ഞാൽ സുറുമിയെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതൊന്നും മാഹിറിന് അറിയുകയുമില്ല. സുറുമി അവനോടൊന്നും പറയാറുമില്ല. അവരെന്താവശ്യപ്പെട്ടാലും കഴിയുന്നതും വേഗത്തിൽ മാഹിർ ചെയ്തു കൊടുക്കാറുമുണ്ട്. അല്ലെങ്കിൽ ആങ്ങളോടുള്ള ദേഷ്യം കൂടി അവർ സുറുമിയോട് തീർക്കും. നീ പറഞ്ഞിട്ടാവുമല്ലേ എൻ്റെ ആങ്ങളെ തരാമെന്ന് പറഞ്ഞ 2 ലക്ഷത്തിൽ നിന്നും 1.5 ലക്ഷം കുറച്ചത്? സിനു ചാടിത്തുള്ളി സുറുമിയുടെ മുമ്പിൽ വന്നു നിന്ന് ചോദിച്ചു. സുറുമി ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി അവളുടെ നേരെ നോക്കി. നാത്തൂൻ എന്തൊക്കെയോ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അവൾ ദയനീയമായി പറഞ്ഞു. ഓ, ഒന്നും അറിയാത്ത പോലൊരു കുഞ്ഞു കുട്ടി. ആനുമ്മ പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. എൻ്റെ ഇക്കാക്ക് സമ്പാദിക്കുന്നത് നിനക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു പങ്കു സഹോദരങ്ങളായ ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർത്തോണം. ഇന്നലെ കയറി വന്ന നെയ്യ് ഇവിടെ അടക്കി ഭരിക്കാൻ നിൽക്കണ്ട. സിനു ഉറഞ്ഞു തുള്ളി. ഞാൻ എന്ത് ചെയ്തെന്നാ? നിങ്ങൾ മാഹിക്ക അയച്ചു തരുന്ന പണം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. അവസാനത്തെ വാചകം പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറിയിരുന്നു. അവൾ കള്ളം പറയുന്ന സിനു. ഇന്നലെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ മാഹിർ അയച്ച പൈസ കൊണ്ടാണ് അവൾക്കും കുഞ്ഞിനും ഡ്രസ്സ് എടുത്തതെന്ന്. ലബീബ എരുത്തിയിലേക്ക് എണ്ണ ഒഴിച്ചു. സുറുമി ലബീബയെ തുറച്ചു നോക്കി. കേട്ടില്ലേ? അപ്പോൾ അവിടം വരെയൊക്കെ എത്തിയില്ലേ കാര്യങ്ങൾ? അന്നേ ഞാൻ പറഞ്ഞതാ ഈ പെണ്ണിനെ എൻ്റെ ഇക്കാക്കക്ക് വേണ്ടാന്ന്. ഇതുപോലുള്ളവന്മാർ കുടുംബത്തിൽ വന്ന് കയറിയാലേ കുടുംബം മുടിഞ്ഞു പോകും. അതിലേക്ക് തുളച്ചു കയറിയ കുഞ്ഞു വാക്കുകൾ ആ പെണ്ണിൻ്റെ കണ്ണ് നനയിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അടർന്നു വീണു. എന്ത് പറഞ്ഞാലുണ്ട് ഒരു കള്ള കണ്ണീര്. ഇനി അതും കൂടി എൻ്റെ ഇക്കാക്ക വിളിക്കുമ്പോൾ മസാല കൂട്ടി അങ്ങ് കാതിലെത്തിക്കണം കേട്ടോടി. ഞങ്ങളിൽ നിന്ന് ഇക്കാക്കയെ പിടിച്ചെടുക്കുകയല്ലേ നിൻ്റെ ഉദ്ദേശം? സിനു പുച്ഛത്തോടെ പറയുന്നത് കേട്ട് നെഞ്ചുപൊട്ടി ഒരു നിൽപ്പ് തുടർന്നു സുറുമി. എന്തിനാ മാഹിക്ക നിങ്ങൾ ഇവരുടെ ഇടയിൽ എന്നെ ഒറ്റക്കിട്ട് പോയത്? നിങ്ങളങ്ങ് വരുമ്പോഴേക്കും നീറി മരിച്ചു പോകുമല്ലോ ഞാൻ. അവനോട് പരിഭവം പറഞ്ഞ് വിതുമ്പിക്കരയുമ്പോൾ അവനടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി ആ പെണ്ണ്. നീ ഇപ്പോൾ വീട്ടിലേക്ക് വിളിക്കാറില്ലേ മാഹി? ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോയിലേക്ക് നോക്കി നിലത്തെ ബെഡ്ഷീറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവനെ നോക്കി ആഷിക ചോദിച്ചു. ഇല്ല. മാഹിർ ഫോണിൽ നിന്നും നോട്ടം മാറ്റാതെ മറുപടി കൊടുത്തു. അതെന്താടാ? നീ വിളിച്ചില്ലെങ്കിൽ നിൻ്റെ സുറുമി ഒരു വിവരവും അറിയാതെ
ആ പെണ്ണ് വിഷമിക്കൂലേ വാഹി? വിഷമിക്കും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞാൽ അവൾ അതിനേക്കാൾ വിഷമിക്കും. എന്ന് വരുമെന്ന് ചോദിച്ചിട്ട് ദിവസം എണ്ണി കാത്തിരിക്കുന്നവളോട് ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. അവൻ്റെ തൊണ്ട ഇടറി. അവൻ്റെ ക്ഷീണത്ത മുഖത്തെ കലങ്ങി ചുവന്ന കണ്ണുകളും വളർന്നു തുടങ്ങിയ താടി രോമങ്ങളും അവനെ നോക്കി നിൽക്കെ ആഷിക്കിൻ്റെ ഉള്ളിലും വിങ്ങൽ തീർത്തു. നീ കഴിയുന്നത്ര വേഗം എനിക്ക് ജോലി ശരിയാക്കി താടോ. എങ്ങനെയെങ്കിലും ഒരു ജോലി വേണടാ. യാചന പോലെയുള്ള മാഹിയുടെ ചോദ്യം ആഷിക്കിൻ്റെ നെഞ്ചുലിച്ചു. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം, നീ വന്ന് ഭക്ഷണം കഴിക്ക്. ആഷിഖ് അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. എനിക്ക് വേണ്ടടാ, വിശപ്പൊക്കെ കെട്ടുപോയി. മാഹിറിൻ്റെ ശബ്ദം പതിഞ്ഞു. രാവിലെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ചെന്നപ്പോൾ റാഫി പറഞ്ഞ വാക്കുകൾ വീണ്ടും മനസ്സിലേക്ക് തേട്ടി വന്നത് കൊണ്ടാണ് വിശന്നിട്ടും അവൻ കഴിക്കാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ കിടന്നത്. ഡാ, എത്ര കാലം നീ ആഷിക്കിനെ ഊറ്റി തിന്ന് ഇവിടെ ജീവിക്കും? കുറേ ആയല്ലോ ഇവിടെ കയറി അട്ടിപ്പേറ് കിടക്കാൻ തുടങ്ങിയിട്ട്. വെറുതെ ഇരുന്ന് വേരിറങ്ങി തുടങ്ങി, എന്നിട്ട് നിനക്കൊരു നാണം തോന്നില്ലേ? റാഫി പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴക്കം തീർത്തുകൊണ്ടിരുന്നു. സുർമി, ഈ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോടി? എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മോളെ. നിന്നെയും മോളെയും കാണാൻ തോന്നുന്നുണ്ട്. മാഹിർ കണ്ണടിച്ചുകൊണ്ട് സുറുമിയോടെന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അയലിൽ നിന്നെടുത്ത ഉണങ്ങിയ തുണികളുമായി സുറുമി റൂമിലേക്ക് വരുമ്പോൾ അതിനകത്ത് സിനു നിന്ന് പരുങ്ങുന്നത് കണ്ട് സുറുമി വാതിൽക്കൽ തന്നെ നിന്നു. സുറുമിയെ കണ്ടതും സിനുവിൻ്റെ മുഖമൊന്ന് വിളറി. സുറുമി പുറത്തേക്ക് ഇറങ്ങിയ നേരം നോക്കി ഒളിച്ച് റൂമിനകത്തേക്ക് കയറിയതായിരുന്നല്ലോ. സിനു, നീ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഞാൻ കക്കാൻ കയറിയതൊന്നല്ല. സുറുമിയുടെ നോട്ടം കണ്ടവൾ ചൊടിച്ചു. കയ്യിലൊരു കവറും പിടിച്ച് സിനു പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും സുറുമി അവളെ വിളിച്ചു. നാത്തൂൻ നിന്നെ. എന്താടി? പതർച്ച മറച്ചു പിടിച്ചുകൊണ്ടവൾ ചോദിച്ചു. ഈ കവറിലെന്താ? സുറുമി സിനുവിൻ്റെ കയ്യിലെ കവർ പിടിച്ചു വാങ്ങി. ലൈലുമ്മ തയ്പ്പിച്ചു തന്ന തൻ്റെയും മോളുടെയും വസ്ത്രങ്ങൾ അതിനകത്ത് കണ്ട് സുറുമി അമ്പരപ്പോടെ ആ സ്ത്രീയെ നോക്കി. കള്ളി, പെരും കള്ളി. എന്താടി നോക്കുന്നത്? ഇതെൻ്റെ ഇക്കാക്ക അയച്ച പൈസ കൊണ്ട് വാങ്ങിയതല്ലേ. ഇത് ഞാനിങ്ങ് എടുക്കുക. ഇക്കാക്ക വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഇത് എടുത്തെന്നും പറഞ്ഞ് അവൻ എന്നെ തൂക്കിലേറ്റാനൊന്നും പോകുന്നില്ല. പകരം അവന് സന്തോഷാകത്തേ ഉള്ളൂ. അവനെ കുടുംബസ്നേഹമുള്ളവനാ. ആദ്യത്തെ വല്ലമ മറച്ചു വെച്ചവൾ സുറുമിയുടെ കയ്യിലെ കവർ പിടിച്ചു. ഇത് നിങ്ങളുടെയൊക്കെ വാങ്ങിച്ച് തന്നൊന്നുമല്ല. ഇതെൻ്റെ ഉമ്മ അവരുടെ സാരി കൊണ്ട് എനിക്കും മോൾക്കും തയ്പ്പിച്ച് തന്നതാണ്. ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സുറുമി വാശിയോടെ ആ കവറിൽ പിടിച്ചു വലിച്ചു. കള്ളം പറയേണ്ട സുറുമി, നിന്നോട് ലബീബ് എല്ലാം പറഞ്ഞു എന്നോട്. ഇതെനിക്ക് വേണം. എൻ്റെ ഇക്കാക്കയുടെ പൈസ കൊണ്ട് വാങ്ങിയതല്ലേ. പിടിവലിക്കൊടുവിൽ സുറുമി തന്നെ തോൽവി സമ്മതിച്ചു. സിനു ഒരു വിജയച്ചിരിയോടെ സുറുമിയെ നോക്കി. കൊണ്ടുപോയി തിന്നട്ടെ, നാശം. ദേഷ്യവും സങ്കടവും കൊണ്ട് സുറുമിയുടെ മുഖം വിങ്ങി ചുവന്നു. എന്നാൽ വൈകുന്നേരം സിനുവിനെ കൊണ്ടുപോവാൻ അതാ അവളുടെ ഭർത്താവ് നിസാറെത്തി. മരുമകൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. സുറുമിയും ഹസീനയും ചേർന്നാണ് എല്ലാം ഉണ്ടാക്കിയത്. ആനും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് സിനുവും ഭർത്താവും മക്കളും അങ്ങ് പോയി. സുറുമി ഇപ്പോഴാണ് അടുക്കളയിലെ അംഗം കഴിഞ്ഞൊന്ന് നേരെ എത്തിയത്. അതെ, അതെല്ലാം അടക്കി പറക്കി വെക്കലും കഴുകലും മോറലും തുടക്കലും. എൻ്റെ റബ്ബേ, ഒരുപാട് പണിയാണ്. അത്രയ്ക്ക് വിഭവങ്ങളല്ലേ അടുക്കളയിലുണ്ടാക്കിയത്. അവളൊന്ന് ഊരെ നിർത്തി. ഇനി കുന്ന് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ട്. പെട്ടെന്ന് സുറുമിക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു. അയാൾ ഇന്നും തന്നെ തേടി വരുമോ? അവൾ ഹാളിലേക്ക് നോക്കി. സക്കീർ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ഭയം ഉരുണ്ടുകൂടി തുടങ്ങി. ഹസീന കിടക്കാൻ പോകും മുമ്പ് തന്നെ സുറുമി വേഗം പാത്രങ്ങൾ കഴുകി അടുക്കള ഒതുക്കി വെച്ച് കിടക്കാനായി നടന്നു. ഹാലമോളെ ബെഡിൽ കിടത്തിയ ശേഷം സുറുമി ഷെൽഫിൽ നിന്നും പഴയൊരു നൈറ്റി എടുത്ത് ബാത്റൂമിലേക്ക് കയറി ഒന്ന് മേല് കുളിച്ചു വന്നു. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിരുന്നു. അവളെ ഒന്ന് പുതുപ്പിച്ചതിന് ശേഷം സുറുമി ഫോൺ കയ്യിലെടുത്തു. പതിവ് പോലെ വാട്സപ്പ് തുറന്ന് മാഹിർ ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. അവനെ ഓർത്തൊന്ന് നിശ്വസിച്ചവൾ അവനോട് പറയാനായി കൂട്ടിവെച്ച ഒത്തിരി പരിഭവങ്ങൾ ഉള്ളിലിരുന്ന് വിങ്ങി. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളും ആരോട് പറയാനാ? ഇങ്ങനെ ഓരോന്നോരോന്ന് ഓർത്തിരുന്നാൽ ഒന്നും ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല.
രാവിലെ എടുത്ത ശബ്ദം പാടെ മറന്നുകൊണ്ട് സുറുമി വീണ്ടും FB തുറന്നു. ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി അറിയാനുള്ള ആകാംക്ഷയോടെയാണ് വായിച്ചു തുടങ്ങിയത്. 4 പാർട്ടുകൾ ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർത്തു. 41ാമത്തെ പാർട്ട് കാണുന്നില്ല. അതിൻ്റെ ബാക്കി എങ്ങനെ കിട്ടും? അവൾ അതിനിടയിൽ വന്ന കമൻറ്റുകൾ വെറുതെ വായിച്ചു. ഇതിൻ്റെ ബാക്കി എവിടെ? ഇത്രയുള്ള കഥ ബാക്കി എപ്പോൾ വരും? അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ അതിനിടയിൽ നിരന്ന് കിടപ്പുണ്ട്. പ്ലീസ് അതിൻ്റെ ബാക്കി തരുമോ ജിന്നെ? സുറുമിയും അതിനിടയിലൊരു കമൻ്റ് എഴുതിയിട്ടു. അതൊരു തുടക്കമാണെന്നറിയാതെ. 2 ദിവസം കൂടെ കഴിഞ്ഞു പോയി. ഉമ്മ ഇന്നും ഉപ്പച്ചി വിളിക്കൂലേ? മുത്തോൾക്ക് ഉപ്പച്ചിനെ കാണാൻ കൊതിയായുമ്മ. ഫോണിൽ മാഹിറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കുഞ്ഞിപ്പെണ്ണ് വിഷമത്തോടെ പറയുന്നത് കേട്ടപ്പോൾ സുറുമയുടെ ഉള്ളൊന്ന് വിഷമിച്ചു. ഉപ്പാക്ക് തിരക്കായോണ്ടല്ലേ മോളെ, ഇന്ന് വിളിക്കൂട്ടോ. അവളുടെ ചുരുണ്ട മുടി ചെവിയുടെ പിന്നിലേക്ക് ഒതുക്കി വെച്ച് ഒന്ന് തലോടി വിട്ടുകൊണ്ട് പറഞ്ഞു സുറുമി. ആ കുഞ്ഞു മുഖം വിടരുന്നത് സുറുമി കണ്ടു. എപ്പോഴാ ഉപ്പച്ചി വിളിക്കുക? എന്നും ഉപ്പ വിളിക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത് കൊണ്ടാവും അവൾക്ക് പിന്നെ സംശയം. ഇപ്പോൾ എൻ്റെ മോള് പോയി ചിപ്പുട്ടൻ്റെ കൂടെ കളിച്ചോട്ടോ. ഉമ്മച്ചി വിളിക്കുമ്പോൾ ഉമ്മ മുത്തിനെ വിളിക്കാട്ടോ. സുറുമി അത് പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ തല അനക്കി പുറത്തേക്ക് പോയി. പാവൻ്റെ കുഞ്ഞ്. സുറുമിയുടെ ഹൃദയത്തിൽ ഒരു പിടച്ചിൽ അനുഭവപ്പെട്ടു. എന്തിനാ മാഹിക്ക എന്നെയും കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കണത്? ഞങ്ങളൊന്ന് വിളിക്കാൻ പോലും സമയമില്ലാതെ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ കരുതണ്ടേ? വേണ്ടാതായോ ഞങ്ങളെ? സുറുമയുടെ ഹൃദയം പൊട്ടി ചോര കണ്ണിലേക്കെത്തി. ഒരു തുള്ളി അവളുടെ പ്രിയപ്പെട്ടവൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലും ഇറ്റി വീണു. മുഖത്തേക്ക് എന്തോ വന്നു വീണെന്നറിഞ്ഞ് മാഹിർ ചാടി എഴുന്നേറ്റു. നോക്കുമ്പോഴുണ്ട് ജഗ്ഗും കയ്യിൽ പിടിച്ച് മുൻപിൽ ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ റാഫി. അവൻ ജഗ്ഗിലെ വെള്ളം തൻ്റെ മുഖത്തേക്ക് വീഴ്ത്തിയതാണെന്ന് മാഹിറിന് മനസ്സിലായി. മതി ഉറങ്ങിയത്. വെറുതെ തിന്നും കുറങ്ങിയും കുറേ ആയല്ലോ ഇവിടെ. ഇന്നൊട്ട് ഇവിടുത്തെ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെ നിൻ്റെ ജോലിയാണ്. വെറുതെ അല്ലല്ലോ 3 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? റാഫിയുടെ വാക്കുകൾ ചങ്കിൽ കൊണ്ടു. എങ്കിലും മാഹിർ ഒന്നും പറഞ്ഞില്ല. അപ്പുറത്തെ കട്ടിൽ കിടന്നുറങ്ങുന്ന പാകിസ്ഥാനി പയ്യൻ ശബ്ദം കേട്ട് തല പുതപ്പിന് വെളിയിലേക്കിട്ട് നോക്കുന്നുണ്ട്. മാഹിർ അയാളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ മറക്കരുത്, റാഫി പ്രത്യേകം ഓർമ്മിച്ചു. സാധാരണ ഓരോരുത്തരുടെയും ഡ്യൂട്ടി സമയത്തിനനുസരിച്ചാണ് വെപ്പും തീരുമൊക്കെ. മാഹിറും അവരെ സഹായിക്കാറുണ്ട്. ഇനി മുതൽ എല്ലാം എൻ്റെ മാത്രം ജോലിയാണെന്ന്. വെറുതെ അല്ലല്ലോ, വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നില്ലേ? തളർച്ച മാറുമ്പോൾ ഒന്ന് ചായാൻ തറയെങ്കിലും ഇത്തിരി ഇടം തരുന്നില്ലേ? അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് കിച്ചണിലേക്ക് നടന്നു. ഉമ്മാക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാൻ പറഞ്ഞതല്ലേ ഞാൻ? മൂത്രത്തിൻ്റെ ട്യൂബ് പൊട്ടി കട്ടിലിന് താഴെ കൂടി മാത്രം ഒഴുകി പരക്കുന്നത് കണ്ട് ഹമീദിൻ്റെ മുഖം ചുളിഞ്ഞു. ലബീബ് വേഗം തന്നെ മൂക്കും കുത്തി പുറത്തേക്ക് പാഞ്ഞു. എന്തിനാ ഹോം നേഴ്സിനെ വെച്ച് വെറുതെ ക്യാഷ് കഴിയണത്? സുറുമോളെ, നീ ആ തുടപ്പം നിങ്ങൾ എടുത്തു കൊണ്ടുവന്നേ. ആനുമ്മ ഇതുവരെ ഇല്ലാത്ത സ്നേഹത്തോടെ സുറുമിയോട് പറയുന്നത് കേട്ട് മുഹമ്മദ് ഉപ്പയുടെ മുഖം വല്ലാതെയായി. ഇനി ആ ഒരു ജോലി കൂടിയേ പാവത്തിന് ഏറ്റെടുക്കാൻ ബാക്കിയുള്ളൂ. മൂത്രത്തിൻ്റെ കുത്തുന്ന ദുർഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറിയതും ഹമീദ് വേഗം മുറിവിട്ട് പുറത്തേക്ക് പോയി. സുറുമി ഒരു ബക്കറ്റിൽ വെള്ളവും തുടപ്പും എടുത്ത് ആ മുറിയിലേക്ക് വന്നു. നീ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും മോളെ. പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സ്നേഹമാണ് ആനുമ്മയ്ക്ക്. സുറുമിയുടെ ആ നോട്ടം ആ കട്ടിലിൽ ചലിക്കാതെ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ നേരെ ഒന്ന് നീണ്ടു. ആ കണ്ണുകളിൽ നിസ്സഹായത സുറുമി കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. ആ കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച വേദന സുറുമി വായിച്ചെടുത്തു. അവൾ ഒരു മടിയും കൂടാതെ അകത്തേക്ക് കയറി വൃത്തിയാക്കാൻ തുടങ്ങി. എത്ര കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും അസഹ്യമായ ദുർഗന്ധം മുഖത്തെ ചുളിപ്പിച്ചു. അടിവയറ്റിൽ നിന്നെന്തോ ഉരുണ്ട് കയറും പോലെ തോന്നിയെങ്കിലും ഛർദ്ദിക്കാതെ ആ മനുഷ്യനെ ഓർത്ത് സുറുമി പിടിച്ചു നിന്നു. എൻ്റെ മോൾ ഇവിടെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ആ ഉപ്പ വല്ലായ്മയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരുടെ കണ്ണു നിറഞ്ഞ് കവിളിലൂടെ ചാല് തീർത്തിരുന്നു. സുറുമി ഉപ്പയുടെ വാടിയ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ ഇൻ്റെയും കൂടി ഉപ്പല്ലേ? അത് പറയുമ്പോൾ അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ഉച്ചക്കൊരിത്തിരി ഒഴിവ് സമയം കിട്ടിയതും സുറുമി വെറുതെ ഫോൺ എടുത്ത് നോക്കി. കുളി കഴിഞ്ഞ് നനവുണങ്ങിയിട്ടില്ലാത്ത മുടിത്തുമ്പിൽ നിന്ന് വെള്ളം ഇറ്റി വീണ് നിലത്ത് മുത്തുപോലെ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫോൺ എടുത്താൽ ഉടനെ FBയിൽ കയറൽ ഒന്നും പതിവായിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല, അന്ന് വായിച്ച കഥ ഹൃദയം തൊട്ടിങ്ങനെ കിടപ്പാണ്. ബാക്കി വായിക്കാനുള്ള ത്വര വീർപ്പ് മുട്ടിക്കുന്നുമുണ്ട്. എങ്ങനെ ബാക്കി കിട്ടും? തുമ്പിയോട് അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാലോ? അയ്യോ വേണ്ട, ആ പെണ്ണിനെ കളിയാക്കി കൊല്ലും.
അന്ന് അവളോട് എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടില്ല തുമ്പി, എനിക്കിനി നേരം പോക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചതോർത്തപ്പോൾ സുറുമിക്ക് ചിരി വന്നു. അവളുടെ ഇത്തയിൽ ജിന്നിൻ്റെ തൂലികയുടെ കട്ടഫാനാണെന്ന് തുമ്പിയുണ്ടോ അറിയുന്നു. അയാളിനി എന്നാണ് ബാക്കി എഴുതുക? അയാൾക്കൊരു മെസ്സേജ് അയച്ചിട്ടാലോ? കഥയുടെ ബാക്കി തരുമോ എന്ന് ചോദിച്ച്. അത് പിന്നെങ്കിലും പ്രശ്നമാവുമോ? അയാൾ എൻ്റെ പുരുഷനാണെങ്കിൽ തനിക്ക് മെസ്സേജ് അയക്കുന്നൊരു സ്ത്രീയാണെന്ന് അറിയുമ്പോൾ അതും തിരിച്ചു മെസ്സേജ് അയച്ചാലോ? അങ്ങനെയാണ് പല അവിധ ബന്ധങ്ങളുടെയും തുടക്കമെന്ന് കേട്ടിട്ടുണ്ട്. സുറുമിയുടെ ചിന്തകൾ പല വഴി തിരിഞ്ഞു. കഥയുടെ ബാക്കി വായിക്കുകയും വേണം, മെസ്സേജ് അയക്കാനുള്ള ഭയവും. വാർത്തകളിലൊക്കെ പലതും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നു ചേരുന്ന വിപത്തുകളെക്കുറിച്ച്. എത്ര കുടുംബമാണ് തകരുന്നത്? അങ്ങനെ വല്ല വള്ളിയുമായി തീരുമോ പഠിച്ചോനെ? സുറുമിയുടെ നെഞ്ചൊന്ന് പിടിച്ച്, പഠിച്ചോനെ കുടുംബമൊക്കെ തകർന്നു പോവല്ലോ. അങ്ങനെ വല്ലതും അയാളെ ബ്ലോക്ക് ചെയ്ത് FB അങ്ങ് കളഞ്ഞാൽ പ്രശ്നം തീരില്ലേ? അയാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ എന്തിനോ കൈവിറച്ചു. കിസയിലെ പാതി എന്നാണ് ബാക്കി എഴുതാത്തത്. വൈകാതെ അടുത്ത ഭാഗം തരണേ, കാത്തിരിക്കാൻ വയ്യ എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷമാണ് അടക്കി പിടിച്ച ശ്വാസം ഒന്ന് നേരെ വിട്ടത്. പിന്നെ അയാൾ മറുപടി തരുമോ എന്ന് ചിന്തയായി. ചിലപ്പോൾ മറുപടി ഒന്നും തരില്ലായിരിക്കും. അയാൾക്കിതുപോലെ 1000 മെസ്സേജ് വരുന്നുണ്ടാകും. അത്രയും ഉണ്ടല്ലോ ആരാധികമാർ. മറുപടി ഇല്ലെങ്കിലും വേണ്ടില്ല, അയാൾ കഥയുടെ ബാക്കി എഴുതിയാൽ മതിയായിരുന്നു. വാതിലിൽ ആരോ തട്ടുന്ന കേട്ടാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത്. ഓടിപ്പോയി ഡോർ തുറന്നതും സക്കീറിനെ കണ്ട് സുറുമയുടെ കണ്ണുകളിൽ ഭയം കൊണ്ട് അവളൊന്ന് ഞെട്ടി. എന്താ? എവിടെ ഉള്ളവരൊക്കെ? അവരൊക്കെ എനിക്കറിയില്ല, പോയി ചോദിച്ചൂടെ? എന്താ മോളെ നീ ഇങ്ങനെ കലിപ്പെന്നോട്? നിനക്ക് എന്താ എന്നോട്? കുറച്ച് ചോറ് വിളമ്പിത്തരോ എനിക്ക്? നിങ്ങളമ്മല്ല അപ്പുറത്ത്, അവിടെ പോയി വിളമ്പിത്തരാൻ പറഞ്ഞൂടെ? ആനുമേണ് പറഞ്ഞ് അവരൊക്കെ വീട് പണി നടക്കണത് പോയിക്കാൻ. അപ്പം അറിഞ്ഞുകൊണ്ടാണല്ലോ എന്നോട് ചോദിക്കാൻ വന്നത്. ഇനി ആനുമാനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ? ചോറ് നിനക്ക് വിളമ്പി തന്നാലെന്താ? അത് കേട്ടപ്പോൾ ഉമ്മയുടെ ചീത്ത പറച്ചിൽ ആലോചിച്ചിട്ട് അവൾ നടന്നു അടുക്കളയിലേക്ക്. അയാൾ അവളെ പിന്തുടർന്ന് വരുമ്പോൾ അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലാകെ ചുഴന്നിറങ്ങി. അവൾ നടക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് അയാൾ നടന്നു. കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിട്ടു എന്നല്ലാതെ എൻ്റെ അനിയൻ ഓൾ ശരിക്കൊന്നും അനുഭവിച്ചിട്ട് പോലും ഇല്ല. അതിനൊക്കെ കുട്ടിയേക്കണ്. ഒന്ന് പറ്റിയിട്ടും ഒട്ടും മുടഞ്ഞിട്ടില്ല പെണ്ണ്. എന്താ പെണ്ണിൻ്റെ ലുക്ക്? സുറുമി ഭക്ഷണം വിളമ്പി എടുക്കുമ്പോൾ അയാൾ അവളുടെ മേനി അഴക് കൊത്തി വലിച്ച് വെള്ളമിറക്കി. സുറുമി അയാളെ നോക്കാതെ വിളമ്പിയ ഭക്ഷണം അടുക്കളയുടെ ഒരു ഭാഗത്തുള്ള ഉന്മേഷയ്ക്ക് മുകളിൽ ആരോടോ ഉള്ള ദേഷ്യം തീർക്കും പോലെ അമർത്തി കൊണ്ടുവച്ചു. അയാളൊരു കസാര വലിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോഴും നോട്ടം സുറുമിയുടെ ഉരുണ്ട് മൂടിയ മുഖത്തേക്ക് തന്നെയാണ്. സുറുമി അയാളെ നോക്കുപോലും ചെയ്യാതെ അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും സക്കീർ ഒന്ന് ഏന്തി വലിഞ്ഞവളുടെ കയ്യിൽ പിടുത്തമിട്ടു. വിടടോ എന്നെ! സുറുമി ഒറ്റ കുതിപ്പിന് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെറിഞ്ഞു. സക്കീറിൻ്റെ മുഖമൊന്ന് വിളറി. എന്നെ എങ്ങനെ അകറ്റി നിർത്തുന്നത് എന്തിനാ സുറുമി? എനിക്കറിയാം ഇപ്പോഴത്തെ നിൻ്റെ വിഷമം. അവൻ നിന്നെ തള്ളിക്കളഞ്ഞാലും ഉണ്ടാവും നിൻ്റെ കൂടെ. അവൻ വിളിക്കുന്നും പറയുന്നില്ല. സാറിലടി, ഞാൻ ഉണ്ടല്ലോ, നിനക്ക് ഞാൻ പോരെ? അയാൾ സാവധാനം പറഞ്ഞു. സുറുമിയുടെ മുഖം കടുത്ത് പല്ലുകൾ നെരിഞ്ഞമർന്നു. കൂട്ടിനൊരു ഭാര്യ ഉണ്ടായിട്ടും നിന്റെ കഴപ്പ് തീരുന്നില്ലെങ്കിൽ പോയി വല്ല മുള്ളുമുരിക്കലും കേറടാ നാറി. ഉള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടിക്കുകയാണ്. സുറുമി മൂർച്ചയോടെ കുടഞ്ഞെറിഞ്ഞ് സക്കീർ ചിരിച്ചു. അതൊക്കെ ഇച്ചിരി റിസ്ക് അല്ലേ മോളെ? ഹലുവ കഷ്ണം പോലെ നീ ഇങ്ങനെ മുന്നിൽ നിന്ന് എറിഞ്ഞു നിൽക്കുമ്പോൾ മത്ത് പിടിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഞാനിങ്ങനെ നിൻ്റെ കാര്യം ഓർത്തോർത്ത് നിൽക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ തീർത്ത് അവൻ നാട്ടിലേക്ക് അണയുമ്പോഴേക്കും നീ മുതുക്കിയായിട്ടുണ്ടാവും. ജീവിതം ആസ്വദിക്കേണ്ട നല്ല പ്രായം ഇങ്ങനെ കളഞ്ഞു കുളിക്കണോ സുറുമിയെ? അവന് പിന്നെ ആസ്വദിക്കാൻ അവിടെ വേറെയും വഴികളുണ്ടാവും. നീ വെറുതെ പൊട്ടിയായി അവനെയും കാത്തിങ്ങനെ ഉരുക്കി കഴിയേണ്ട ആവശ്യമുണ്ടോ? നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക് പെണ്ണെ. അയാൾ വശ്യമായി ചിരിച്ചു. സുറുമിക്കങ്ങ് വിറഞ്ഞു കയറി. നന്നായിട്ട് ആലോചിച്ചിട്ട് നോക്കിയിട്ട് ഇതിനുള്ള മറുപടി ഞാൻ ലബീബത്താത്തയോട് പറഞ്ഞോളാം. അവൾ വാശിയോടെ പറഞ്ഞതും പൊരു വെയിലേറ്റതുപോലെ അയാളുടെ മുഖം വാടി. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.